പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് എന്തുകൊണ്ടാണ് വിജയത്തിനു ശേഷം ആളുകൾ മാറുന്നത് എന്ന് ചാണക്യനീതി അടിസ്ഥാനമാക്കി പരിശോധിക്കാം. അഹങ്കാരമാണ് ഏറ്റവും വലിയ ശത്രു. വിനയമാണ് ഏറ്റവും വലിയ മിത്രം. എന്നാൽ നമ്മൾ കാണുന്നതെന്താണ്? ഒരാൾ വിജയിക്കുമ്പോൾ അവൻ്റെ അഹങ്കാരം പെരുകുന്നു, അവൻ മാറുന്നു. പണ്ട് എളിമയുള്ളവൻ ഇന്ന് അഹങ്കാരിയായി മാറുന്നു. പണ്ടെല്ലാവരെയും സ്നേഹിച്ചവൻ ഇന്ന് അകന്നു നിൽക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വിജയം നമ്മളെ മാറ്റുകയാണോ, അതോ വിജയം നമ്മുടെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരികയാണോ? ഇന്ന് ചാണക്യനീതിയിലൂടെ നമ്മൾ ഈ ചോദ്യത്തിന് ഉത്തരം തേടും. അഹങ്കാരമാണ് ഏറ്റവും വലിയ ശത്രു, വിനയമാണ് ഏറ്റവും വലിയ മിത്രം. എന്നാൽ നമ്മൾ കാണുന്നതെന്താണ്? ഒരാൾ വിജയിക്കുമ്പോൾ അവൻ്റെ അഹങ്കാരം പെരുകുന്നു, അവൻ മാറുന്നു. പണ്ട് എളിമയുള്ളവൻ ഇന്ന് അഹങ്കാരിയായി മാറുന്നു. പണ്ടെല്ലാവരെയും സ്നേഹിച്ചവൻ ഇന്ന് അകന്നു നിൽക്കുന്നു. എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നത്? വിജയം നമ്മളെ മാറ്റുകയാണോ, അതോ വിജയം നമ്മുടെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരികയാണോ? ഇന്ന് ചാണക്യനീതിയിലൂടെ നമ്മൾ ഈ ചോദ്യത്തിന് ഉത്തരം തേടും. ഒരു മനുഷ്യൻ അവന്റെ പ്രവൃത്തികളാൽ വലിയവനാകുന്നു, ജന്മം കൊണ്ടല്ല. വിജയം അതൊരു പ്രവൃത്തിയുടെ ഫലമാണ്. പക്ഷേ ആ ഫലം കിട്ടിയ ശേഷം മനുഷ്യൻ ആ പ്രവൃത്തിയെ മറക്കുന്നു. അവൻ ഫലത്തിൽ അഭിമാനിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? നമുക്കൊരു ഉദാഹരണം നോക്കാം. ഒരു യുവാവ് കഠിനാധ്വാനം ചെയ്ത് ഒരു സംരംഭം കെട്ടിപ്പടുക്കുന്നു. അവൻ തൻ്റെ ജീവനക്കാരുടെ കൂടെ ഇരുന്നു ഭക്ഷണം കഴിച്ചു, അവരുടെ പ്രശ്നങ്ങൾ കേട്ടു. പിന്നീട് സംരംഭം വലുതായി, അവൻ വിജയിയായി. ഇപ്പോൾ അവൻ ഒരു പ്രത്യേക മുറിയിലേക്ക് മാറിയിരിക്കുന്നു. താഴെ ജോലി ചെയ്യുന്നവരെ അവൻ ജീവനക്കാർ എന്നല്ല, സേവകർ എന്ന് വിളിക്കാൻ തുടങ്ങുന്നു. ധനം കൊണ്ട് മനുഷ്യൻ അഹങ്കാരിയാകുന്നു. അങ്ങനെ എളിമ നഷ്ടപ്പെടുന്നു. വിദ്യ കൊണ്ട് മനുഷ്യൻ എളിമയുള്ളവനാകുന്നു. അങ്ങനെ അവൻ്റെ അഹങ്കാരം നശിക്കുന്നു. വിജയം പലപ്പോഴും ധനവും അധികാരവും കൊണ്ടുവരുന്നു. അത് നമ്മുടെ അഹങ്കാരത്തെ പോഷിപ്പിക്കുന്നു. നമ്മൾ ഞാൻ എന്ന ഭാവത്തിൽ അകപ്പെടുന്നു. അതിലൂടെ ഞാൻ വിജയിച്ചു, ഞാൻ മികച്ചവനാണ് എന്ന ചിന്ത നമ്മെ വിഴുങ്ങുന്നു. ഈ മാറ്റം ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നില്ല. അത് പതുക്കെ പതുക്കെ വരുന്നു. ആദ്യം ഒരു ചെറിയ സംശയം, പിന്നെ ഒരു അവഗണന, പിന്നെ ഒരു അവഹേളനം. ഒടുവിൽ നിങ്ങൾ പണ്ടാരായിരുന്നു എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലെത്തുന്നു. ഇവിടെയാണ് ആദ്യത്തെ പാഠം. വിജയം നിങ്ങളുടെ മുഖം മൂടി അഴിക്കുന്നു. അത് നിങ്ങളുടെ യഥാർത്ഥ മുഖത്തെ പ്രതിഫലിപ്പിക്കുന്നു. നിങ്ങൾ വിജയിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം കാണിക്കാൻ അവസരം നൽകുന്നു. നിങ്ങൾ ഉള്ളിൽ എളിമയുള്ളവനാണെങ്കിൽ അത് പുറത്തുവരും. നിങ്ങൾ ഉള്ളിൽ അഹങ്കാരിയാണെങ്കിൽ അതും പുറത്തുവരും. അതിനാൽ വിജയത്തിനു ശേഷമുള്ള മാറ്റം യഥാർത്ഥത്തിൽ ഒരു മാറ്റമല്ല, അതൊരു വെളിപ്പെടുത്തലാണ്. ഇപ്പോൾ നമ്മൾ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുന്നു. എന്തുകൊണ്ടാണ് ഈ വെളിപ്പെടുത്തൽ സംഭവിക്കുന്നത്? ഇതിൻ്റെ 2 കാരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. 1. സ്വയം നിയന്ത്രണത്തിൻ്റെ അഭാവം. തന്നെ ജയിക്കുന്നവനാണ് യഥാർത്ഥ വിജയി. വിജയം നേടിയ ശേഷം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. നമുക്ക് എന്തും വാങ്ങാം, എവിടെയും പോകാം, എന്തും ചെയ്യാം. എന്നാൽ ഈ സ്വാതന്ത്ര്യത്തെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ പതനത്തിലേക്ക് നയിക്കും. ഉദാഹരണത്തിന്, ഒരു വ്യാപാരി കോടിപതിയാകുന്നു. അയാൾക്കിപ്പോൾ ആഡംബര കാറുകൾ, വീടുകൾ, വിദേശയാത്രകൾ എന്നിവ സ്വന്തമാക്കാം. ചുറ്റുമുള്ളവർ അയാളെ പ്രശംസിക്കുന്നു. അപ്പോൾ അയാൾ ചിന്തിക്കുന്നു, ഞാനിതിന് അർഹനാണ്. പക്ഷെ ഈ ചിന്ത അയാളുടെ സ്വയം നിയന്ത്രണത്തെ ദുർബലപ്പെടുത്തുന്നു. അയാൾ തൻ്റെ ജീവനക്കാരോട് പരുഷമായി പെരുമാറുന്നു. തൻ്റെ ഉപദേശകരുടെ വാക്കുകൾ കേൾക്കുന്നില്ല. അയാൾ ഒരു സ്വേച്ഛാധിപതിയായി മാറുന്നു. 2. ഞാനാണ് വിജയം എന്ന് തെറ്റിദ്ധരിക്കൽ. വിദ്യയും വിനയവും ഒരുമിച്ചു വരണം. ഒരു മരത്തിനു ഫലം കായ്ക്കുമ്പോൾ അതിൻ്റെ കൊമ്പുകൾ താഴേക്ക് വളയുന്നതുപോലെ.
വിജയത്തിനു ശേഷം നമ്മൾ പലപ്പോഴും വിജയത്തെ നമ്മുടെ സ്വത്വവുമായി ബന്ധിപ്പിക്കുന്നു. ഞാൻ വിജയിയാണ് എന്നു പറയുമ്പോൾ വിജയം എൻ്റെ ഭാഗമായി മാറുന്നു. എന്നാൽ ഇത് അപകടകരമാണ്. കാരണം വിജയം അസ്ഥിരമാണ്. ഇന്നുണ്ട്, നാളെയില്ല. നിങ്ങൾ നിങ്ങളുടെ സ്വത്വത്തെ വിജയത്തിൽ കെട്ടിപ്പടുക്കുകയാണെങ്കിൽ വിജയം നഷ്ടപ്പെടുമ്പോൾ നിങ്ങളുടെ സ്വത്വവും നഷ്ടപ്പെടും. അദ്ദേഹം പറഞ്ഞു, ഫലത്തിൽ ആസക്തി കൂടാതെ പ്രവർത്തിക്കുക. വിജയം ഒരു ഫലമാണ്. ആ ഫലം നിങ്ങളെ നിർവചിക്കരുത്. നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ മൂല്യങ്ങളുമാണ് നിങ്ങളെ നിർവചിക്കേണ്ടത്. വിജയത്തിൽ അഭിമാനിക്കരുത്. പരാജയത്തിൽ നിരാശപ്പെടാനും പാടില്ല. രണ്ടും സമമായി കാണുക. വിജയത്തിൽ അഭിമാനിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വളർച്ച നിർത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആത്മസംതൃപ്തരാകുന്നു. അപ്പോൾ നമ്മുടെ യഥാർത്ഥ സ്വഭാവം, നിശ്ചലത, അതായത് അഹങ്കാരം പുറത്തു വരുന്നു. എന്നാൽ ഈ മാറ്റത്തിന് ഒരു പരിഹാരമുണ്ട്. ഇവ പിന്തുടർന്നാൽ വിജയത്തിനു ശേഷവും നിങ്ങൾക്ക് യഥാർത്ഥ സ്വത്വം നിലനിർത്താം. 1. വിനയം പരിശീലിക്കുക. ജ്ഞാനിയായ മനുഷ്യൻ എപ്പോഴും വിനയത്തോടെ നടക്കണം. നിറകുടം തുളുമ്പുകയില്ല എന്നതുപോലെ. വിനയം ഒരു ഗുണമല്ല, അതൊരച്ചടക്കമാണ്. ദിവസവും അത് പരിശീലിക്കണം. എങ്ങനെയെന്നാൽ, നിങ്ങൾക്ക് താഴെയുള്ളവരോട് നന്ദി പറയുക. നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരുടെ പേരുകൾ ഓർത്തുവയ്ക്കുക. എപ്പോഴും പഠിക്കാൻ തയ്യാറായിരിക്കുക. പരമാവധി ജ്ഞാനം നേടാൻ ശ്രമിക്കുക എന്നിങ്ങനെ. 2. സ്വയം വിമർശനം. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു അവൻ്റെ സ്വന്തം മനസ്സാണ്. അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവന് മറ്റൊരു ശത്രുവില്ല. വിജയത്തിനു ശേഷം നമുക്കു ചുറ്റും ആളുകളുണ്ടാകും. അവർ നമ്മെ പ്രശംസിക്കും. ഈ പ്രശംസ നമ്മുടെ തലയിൽ കയറും. അപ്പോൾ നമുക്ക് സ്വയം വിമർശനം ആവശ്യമാണ്. നിങ്ങളുടെ തെറ്റുകൾ തിരിച്ചറിയുക. നിങ്ങൾക്കറിയാത്ത കാര്യം അറിയില്ല എന്ന് സമ്മതിക്കുക. ആരെങ്കിലും നിങ്ങളെ വിമർശിച്ചാൽ അത് ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള അവസരമാണ്. മൂഢന്മാർ തങ്ങളുടെ തെറ്റുകൾ മറ്റുള്ളവരുടെ മേൽ ചുമത്തുന്നു. ജ്ഞാനികൾ അവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നു. 3. സേവന മനോഭാവം. രാജാവ് പ്രജകളുടെ സേവകനാണ്. അവൻ അവരുടെ സന്തോഷത്തിനായി പ്രവർത്തിക്കണം. വിജയം നമുക്ക് അധികാരം നൽകുന്നു. എന്നാൽ ആ അധികാരം നമുക്ക് മറ്റുള്ളവരെ സേവിക്കാനാണ്, അല്ലാതെ മറ്റുള്ളവരെ ഭരിക്കാനല്ല എന്ന് മനസ്സിലാക്കുക. വിജയത്തെ ഒരു സേവന ഉപകരണമായി കാണുക. അപ്പോൾ വിജയം നിങ്ങളെ അഹങ്കാരിയാക്കില്ല. പകരം അത് നിങ്ങളെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവനാക്കും. ഏറ്റവും വലിയ പാഠമാണ്, ജ്ഞാനം മനുഷ്യനെ വിനയാൻവിതനാക്കുന്നു, ധനം അവനെ അഹങ്കാരിയാക്കുന്നു. നിങ്ങൾ വിജയിക്കുമ്പോൾ, ധനവും അധികാരവും കിട്ടുമ്പോൾ ജ്ഞാനത്തെ ഒരിക്കലും മറക്കരുത്. ജ്ഞാനമാണ് നിങ്ങളെ യഥാർത്ഥ സ്വത്വത്തിൽ നിലനിർത്തുന്നത്. അതിനാൽ സുഹൃത്തേ, വിജയത്തിനു ശേഷം ആളുകൾ മാറുന്നു എന്നത് ശരിയാണ്. പക്ഷേ ആ മാറ്റം അനിവാര്യമല്ല. ഓർക്കുക, വിജയം നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവത്തെ പുറത്തു കൊണ്ടുവരുന്നു. നിങ്ങൾ ഉള്ളിൽ നല്ലവനാണെങ്കിൽ വിജയം നിങ്ങളെ കൂടുതൽ നല്ലവനാക്കും. നിങ്ങൾ ഉള്ളിൽ അഹങ്കാരിയാണെങ്കിൽ അത് പുറത്തുവരും. സ്വയം നിയന്ത്രണം പരിശീലിക്കുക. നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ അടയ്ക്കുക. വിനയം ഒരു ദൈനംദിന അച്ചടക്കമായി കാണുക. വിജയത്തെ ഒരു സേവനമായി കാണുക. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അഹങ്കാരിയാകില്ല. വിജയം ഒരു ലക്ഷ്യമല്ല, അതൊരു യാത്രയാണ്. ആ യാത്രയിൽ നിങ്ങളുടെ കഥാപാത്രമാണ് പ്രധാനം. നിങ്ങളുടെ യഥാർത്ഥ സ്വത്വം നിലനിർത്തുക. വിജയം നിങ്ങളെ നിർവചിക്കരുത്. നിങ്ങൾ വിജയത്തെ നിർവചിക്കുക. നിങ്ങൾക്ക് മാറാം, നിങ്ങൾക്ക് വിജയിക്കാം. പക്ഷേ മറക്കരുത്, വിജയിയായ ശേഷവും നിങ്ങളുടെ മനുഷ്യത്വം നിലനിർത്തുക എന്നതാണ് ഏറ്റവും വലിയ വിജയം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്താലും ഷെയർ ചെയ്താലും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും ഇതുപോലുള്ള ഉപകാരപ്രദമായ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നന്ദി.